ഹായ് ഗൈസ്, എല്ലാവർക്കും KG ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മാച്ചുകളിലൊന്നായ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നാളെ നടക്കാതിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യക്കാരാണേലും പാകിസ്ഥാൻകാരാണേലും അല്ലെങ്കിൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആരാണെങ്കിലും നമ്മൾ കാത്തിരിക്കുന്ന ഒരു മാച്ചുകളിൽ ഒന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്. നാളെ ഇന്ത്യൻ സമയം 2:30 മാച്ച് തുടങ്ങുകയാണ് ദുബായിൽ വെച്ച്. അറിയാലോ, പാകിസ്ഥാന്റെ ലാസ്റ്റ് മാച്ച് കറാച്ചിയിൽ വെച്ചായിരുന്നു. ഇന്ത്യയുടെ എല്ലാ മാച്ചും ഹൈബ്രിഡ് എന്ന രീതിയിൽ ദുബായിൽ വെച്ചാണ് നടക്കുന്നത് ഫോർ സെക്യൂരിറ്റി റീസൺസ്. അപ്പം അവര് അവിടുന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പം അവരെത്തിയിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ടെന്നല്ല, അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പ്രാക്ടീസ് മാച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദുബായിലാണ്. അപ്പോൾ ആ ഒരു നമുക്ക് ഇന്ത്യക്കാർക്ക് ഉണ്ട്. അപ്പം എല്ലാ മാച്ചസും ദുബായിൽ വെച്ച് നടക്കുന്നത് നമുക്കൊരു നല്ലൊരു അഡ്വാൻസ് ആണ്. മത്സരം നിങ്ങൾക്ക് ജിയോ സ്പോർട്സിലൂടെ അല്ലെങ്കിൽ സ്റ്റാർ സ്പോർട്സ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 2:30 സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് പിച്ചിലേക്ക് നോക്കാം. കഴിഞ്ഞ ഇന്ത്യയുടെ മാച്ച് ബംഗ്ലാദേശിനെതിരെ നടന്ന പിച്ച്, അതേ പിച്ചിൽ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ആദ്യമായിട്ടാണ് ഈയിടെയായിട്ട് ദുബായിൽ മാച്ചസ് കളിക്കാൻ, കുറേ നാൾക്ക് ശേഷമാണ് മാച്ചസ് കളിക്കാൻ വരുന്നത്. അപ്പോൾ ആ ഒരു അഡ്വാൻസ് ഇന്ത്യക്കുണ്ട്. പിന്നെ ഒരുവിധം പിച്ചിനെ മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യ കളിക്കുന്നത്. പിന്നെ പൊതുവെ ദുബായിലെ പിച്ച് എന്ന് പറയുന്നത് ആവറേജ് സ്കോർ വന്നിട്ട് 250-അകത്താണ്. അതായത് ആദ്യം ബാറ്റ് ചെയ്യുന്നവർ ഒരു 250-അകത്തെ സ്കോർ ചെയ്യുന്നത് ആവറേജ് സ്കോർ. കാര്യം ആ പിച്ചിന്റെ സ്വഭാവ ഘടന അങ്ങനെയാണ്. രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് മിക്കവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണ് ബാറ്റ് ചെയ്യുക. അപ്പോൾ ടോസ് കിട്ടി മിക്കവാറും ബാറ്റിംഗ് എടുക്കാനാണ് ചാൻസ് കൂടുതൽ. ബാറ്റിംഗ് സെലക്ട് ചെയ്ത് മാക്സിമം സ്കോർ അടിക്കുക, അത് കഴിഞ്ഞ് അവരെ റൺ ചേസിൽ വീഴ്ത്തുക എന്നായിരിക്കും രണ്ട് ടീമുകാർ ഉദ്ദേശിക്കുന്നത്. പിച്ചിന്റെ സ്വഭാവം അനുസരിച്ച് ഒരു പരിഗണനയും കിട്ടുന്നില്ല. കാര്യം രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് ഭയങ്കര പാടാണ്. ബാറ്റിലേക്ക് പിച്ചിൽ ബോൾ ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റിലേക്ക് വരാൻ ഭയങ്കര പാടാണ്. ആദ്യമൊക്കെ ഫ്രണ്ട് ഫുട്ടിൽ നിന്ന് കളിക്കേണ്ടി വന്നാൽ തന്നെ പിന്നീട് ബാക്ക് ഫുട്ടിലോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. ചേഞ്ച് ചെയ്യുകയാണ്. സ്പിന്നേഴ്സിനും അതേപോലെ തന്നെ സ്പിന്നർമാർക്കും ഒരേപോലെ തന്നെ സ്പിന്നർമാർക്കും പേസർമാർക്കും പിന്തുണയ്ക്കുന്ന ഒരു പിച്ചാണ്. ആദ്യം പേസർമാർക്ക് പിന്തുണച്ചിട്ട് പിന്നെ സ്പിന്നർമാർക്ക് പിന്തുണയ്ക്കുന്ന ഒരു പിച്ചാണ് ദുബായിലെ പിച്ച്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യക്ക് ഇപ്പം കഴിഞ്ഞ ഒരു മാച്ച് നടന്നതിൻ്റെ മുമ്പ് മാച്ചസ് ഇവിടെ കളിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയേക്കാൾ കൂടുതൽ പാകിസ്ഥാനാണ് ഈ ദുബായിലെ പിച്ചിൽ കളിച്ചിട്ടുള്ളത്. അവർക്ക് പരിചയമുള്ളത്. കുറച്ച് നാളായിട്ട് കളിക്കുന്നില്ലെങ്കിൽ അവരുടെ കൂടുതൽ മാച്ചസ് അന്ന് ശ്രീലങ്കയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം ഈ ഹൈബ്രിഡ് ടൈപ്പിലാണ് നടന്നത് മൊത്തം. അത് ദുബായിൽ വെച്ചൊക്കെ ആയിരുന്നു, UAE വെച്ചിട്ടായിരുന്നു അവരുടെ മാച്ചസ്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ പരിചയമുള്ള പിച്ചാണ്. അവർക്ക് പ്രത്യേകിച്ച് അവിടെ പോയി പ്രാക്ടീസ് മാച്ച് കളിച്ചിട്ടോ അതിന് മുമ്പ് മാച്ച് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു മാച്ച് കിട്ടിയത് വളരെ അനുകൂലമായ സാഹചര്യമാണ്. ഓക്കെ, നമുക്ക് ഇന്ത്യൻ ടീമിലെ പ്രെഡിക്റ്റഡ് 11ലേക്ക് വരാം. ഫസ്റ്റ് ഓപ്പണറായിട്ട് വരുന്നത് രോഹിത്തും ഗില്ലുമായിരിക്കും. ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ 11 മോസ്റ്റ്ലി വരാൻ പോകുന്ന ചാൻസ് ഉള്ളത് പറയുകയാണ്. രോഹിത്തും ഗില്ലും ആയിരിക്കും ഓപ്പണിങ്ങിൽ. 1 ഡൗൺ ആയിട്ട് കോഹ്ലി, പിന്നെ മിഡിലിൽ ശ്രേയസ് അയ്യർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ രാഹുൽ കാണും. പിന്നെ അസറായിരിക്കും കയറുന്നത്. ചിലപ്പോൾ മിക്കവാറും അസറിന് കെട്ടിയുള്ളൂ. അതിനുശേഷം ഹർദിക്കിനെ വിടത്തുള്ളൂ. അത് കഴിഞ്ഞ് രവീന്ദ്ര ജഡേജ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ അടുത്തത് വരുന്നത് വരുൺ ചക്രവർത്തിയോ കുൽദീപോ ആയിരിക്കും. അതിൻ്റെ റീസൺ ഞാൻ പറയാം. മിക്കവാറും വരുൺ ചക്രവർത്തി ആയിരിക്കും കൂടുതൽ ചാൻസ് ഉള്ളത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കളിയിൽ കുൽദീപിനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആൾ ഫോമിലും അല്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു എക്സ് ഫാക്ടർ എന്ന നിലയിലാണ് വരുൺ ചക്രവർത്തി. ഒരു മിസ്റ്റീരിയസ് സ്പിന്നറാണ്. നിലവിൽ ഇപ്പം കഴിഞ്ഞ മാച്ചസിലെല്ലാം നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അധികം ഫേസ് ചെയ്തിട്ടില്ല. വരുൺ ചക്രവർത്തിയെ ഫേസ് ചെയ്തിട്ടേ ഇല്ല. അപ്പം അതിന് നല്ലൊരു സ്കോപ്പാണ്. പെട്ടെന്നൊരു മിസ്റ്റീരിയസ് സ്പിന്നറിന് നേരിടുക എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ് ആണ് നമ്മുടെ ഇന്ത്യക്ക്. അപ്പോൾ അതുകൊണ്ട് വരുൺ ചക്രവർത്തി ഇടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അടുത്തത് വരുന്നത് ഹർഷദീപും ഷമിയായിരിക്കും പേസറിൽ വരുന്നത്. കഴിഞ്ഞ കളി ഹർഷദ് റാണയായിരുന്നു, ഹർഷദീപ് അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു പാകിസ്ഥാന് വേണ്ടിയിട്ട് മാച്ചിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നായിരിക്കും ഹർഷദീപിനെ. കാര്യം പാകിസ്ഥാനായിട്ടുള്ള മാച്ചിലെല്ലാം ഹർഷദീപ് നല്ല പെർഫോമൻസ് ആയിരുന്നു. കൂടാതെ പാകിസ്ഥാനായിട്ടുള്ള കളിച്ചുള്ള എക്സ്പീരിയൻസും എല്ലാം ഡെത്ത് ഓവറിലെല്ലാം എറിയാൻ നല്ല മിടുക്കാണ് ഹർഷദീപ് സിംഗിന്. അപ്പോൾ അതുകൊണ്ട് ഹർഷദീപ് സിംഗ് ആയിരിക്കും കൂടുതൽ ചാൻസ്. പിന്നെ മുഹമ്മദ് ഷമി നമുക്കറിയാം, കഴിഞ്ഞ വട്ടം 5 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ICC ടൂർണമെന്റിൽ നല്ല ഫോം ആയിരിക്കും ഷമി. തുടർന്ന് അത് തെറ്റിച്ചിട്ടില്ല. കഴിഞ്ഞ മാച്ചസിൽ 5 വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതായിരിക്കും പ്രഡിക്റ്റഡ് 11 എന്ന് പറയുന്നത്. ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുള്ള മാച്ചസിൽ എല്ലാവരും തിളങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പറയത്തക്ക പോരായ്മ പറയാനായിട്ടുള്ള ഫീൽഡിങ്ങിലായിരുന്നു. 2-3 ക്യാച്ച് വിട്ടതും രാഹുൽ സ്റ്റംപിങ്ങിൽ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. ബാറ്റിങ്ങിൽ നാൾ നല്ലതായിരുന്നു. അപ്പോൾ ഒരു എല്ലാവരും ബാറ്റിങ്ങിൽ ഇതായിരുന്നു. കോഹ്ലി ഫോമിലോട്ടൊന്നും കൂടി വരാനുണ്ട്. അപ്പോൾ അത് പാകിസ്ഥാനായിട്ട് നല്ലൊരു ആവറേജും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് കോഹ്ലി. മങ്ങിയ ഫോമിലാണെങ്കിലും പാകിസ്ഥാനായിട്ടുള്ള മാച്ചിൽ കയറി വരുന്ന ആളാണ്. അത് നമുക്ക് കഴിഞ്ഞ 2020 നമുക്ക് അറിയാവുന്നതാണ്. പാകിസ്ഥാനായിട്ടുള്ള മാച്ച് തോറ്റ കളി ജയിപ്പിച്ചത്. ഒരിക്കലും മറക്കാത്ത ഒരു ലൈവ് കണ്ട വ്യക്തി എന്ന നിലയിൽ ഒരിക്കലും മറക്കാത്തൊരു മാച്ചാണ് എൻ്റെ ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് കോഹ്ലി ഫോം ആവും പാകിസ്ഥാനായിട്ട് മാച്ചിൽ എന്ന് വിശ്വസിക്കുന്നു.
അപ്പം ബാക്കിയുള്ളവർ എല്ലാം നല്ല ഫോമിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പാകിസ്ഥാനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും 1-2 മാറ്റങ്ങൾ വെച്ച് ബാക്കിയൊന്നും വരാൻ ചാൻസ് ഇല്ല. ഫഖർ സമാന് വരാൻ വേറെ ആരെങ്കിലും ഇടാനും ചാൻസ് ഉള്ളൂ. പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ തോറ്റെങ്കിൽ തന്നെ നല്ലൊരു ടീമാണ്. ഇന്ത്യയായിട്ടുള്ള ഇത് വെച്ചിട്ട് ഈ ടീമിനെ മാറ്റാൻ ചാൻസ് ഇല്ല. പാകിസ്ഥാൻ ടീം എന്ന് പറയുന്നത് പിന്നെ അൺപ്രഡിക്റ്റബിൾ ആണ്. അവർ ഏത് സമയം ആരോടും തോക്കാം, ആരോടും ജയിക്കാം, അങ്ങനത്തെ ഒരു ടീമാണ്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിലാകുമ്പോൾ അത്രയും ഒരു പെർഫോമൻസ് ലെവൽ മാക്സിമം അത്രയും ഹൈ പീക്കിലെത്തിക്കാൻ നോക്കും. മുമ്പ് നമ്മൾ മാച്ചസിൽ കണ്ടു, അവർ എത്ര ഫോം അല്ലെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വരുമ്പോൾ അവർ മാക്സിമം പീക്കിലായിരിക്കും. അതുകൊണ്ടൊന്നും അൺപ്രഡിക്റ്റബിൾ ആണ് പാകിസ്ഥാൻ്റെ കാര്യം. അവരിപ്പം കഴിഞ്ഞ മാച്ചസ് ഒക്കെ നോക്കിയാൽ ഫോമിലല്ലെന്ന് നമുക്ക് കരുതി അവരെ പിന്തള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ പിന്തള്ളരുത്. നല്ല ടീം തന്നെയാണ്. പിന്നെ ഇവർ തമ്മിലുള്ള മാച്ചസിൽ നാളെ നടക്കാനിരിക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യ മാച്ചിൽ എനിക്ക് തോന്നുന്നു കീ പ്ലേയേഴ്സായി വരാൻ ചാൻസ് കൂടുതലുള്ള ഒരാൾ കോഹ്ലി. അത് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് നല്ല ആവറേജും അതുപോലെ എത്ര ഫോമിലല്ലെങ്കിലും പാകിസ്ഥാനുമായിട്ടുള്ള മാച്ചിൽ ആൾ നല്ല കിങ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കീ പ്ലെയർ കോഹ്ലിയായിട്ട് ഒന്നെടുക്കാം. പിന്നുള്ളത് ശ്രേയസ് നല്ല ഫോമിലാണ്, മിഡിൽ ഓർഡറിലാണ്. മോസ്റ്റ്ലി നമ്മൾ പാകിസ്ഥാനായിട്ട് മാച്ച് കളിച്ചതെല്ലാം ഓപ്പണിങ്ങിലെല്ലാം നമുക്ക് പണിയിട്ടിട്ടേ ഉള്ളൂ. കാര്യം അവരുടെ ആ സീം ബൗളേഴ്സിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആ പ്രഷറും എല്ലാം വെച്ചിട്ട് ഓപ്പണിംഗ് വിക്കറ്റ് എങ്ങനെയാലും അവർ ഇടും. എനിക്ക് തോന്നുന്നു ആ പ്രഷറിന്റെ ഇതൊക്കെ കൊണ്ടായിരിക്കാം ഇന്ത്യ പാകിസ്ഥാൻ മാച്ചസ് എല്ലാവർക്കും അറിയാം, നമ്മൾ കാണുന്നവർ കൂടെ ഹൈ പ്രഷറിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവർ കളിക്കുന്നവരുടെ കാര്യം അവസ്ഥയും കൂടി മാനസികാവസ്ഥയും കൂടി ആയിരിക്കുക. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങുള്ള ഇത് വെച്ചുകൊണ്ട് മിക്കപ്പോഴും ഓപ്പണിംഗ് വിക്കറ്റ് നമുക്ക് പോകാം. അതുകൊണ്ട് മിഡിൽ ഓർഡർ താങ്ങി നിർത്തുന്ന ഒരു കപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് ശ്രേയസ് അയ്യർ. കാര്യം ആൾക്ക് അങ്ങനെ പേടിയുള്ള ടൈപ്പുള്ള ആളൊന്നുമല്ല. ഇതിലെന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്ന കോൺഫിഡൻസ് ഉള്ള പ്ലെയേഴ്സാണ്. ആ ഒരു പ്രഷറിനെ താണ്ടണം. അപ്പം അങ്ങനെയുള്ള പ്ലെയേഴ്സാണ് കൂടുതലും അവർ പെർഫോമൻസ് കൂടുതൽ ഇതാക്കുന്നത്. അവർ ഹൈ പെർഫോമൻസ് ഹൈ ആവുന്നത് അവർ ആ കോൺഫിഡൻസ് ലെവൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശ്രേയസ്, കോഹ്ലി, പിന്നെ ഹർദിക്ക് ഇതേപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ മാച്ചസ് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ വരുൺ ചക്രവർത്തി ആളിനെ ടീമിലിട്ടാൽ ഉറപ്പായിട്ടും നല്ലൊരു കീ പ്ലെയറാണ്, എക്സ് ഫാക്ടറുമാണ്. കാര്യം എന്തെന്ന് പറയാൻ കാര്യം ആളൊരു മിസ്റ്റീരിയസ് സ്പിന്നറാണ്. കഴിഞ്ഞ മാച്ചസ് എല്ലാം നമ്മൾ കണ്ടതാണ്. ആളുടെ ബോൾ ഈ പാകിസ്ഥാൻ ടീമിലെ പോലെ അൺപ്രഡിക്റ്റബിൾ ആണ്. പിന്നെ അതുപോലെ ആളെ നേരിട്ടിട്ടില്ല പാകിസ്ഥാൻ പ്ലെയേഴ്സ്. അപ്പോൾ അതും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അതൊന്ന്. പിന്നുള്ളത് ഷമിയുടെ കാര്യം അറിയാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ICC ടൂർണമെന്റ് ആൾ പുലിയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ മാച്ചസിൽ പക്കയാണ്. അപ്പോൾ ഇവർ തമ്മിലായിരിക്കും കീ പ്ലെയേഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പാകിസ്ഥാൻ ടീമിന്റെ മിക്കവാറും കീ പ്ലെയറായി വരാൻ പോകുന്നത് റിസ്വാനാണ്. ഈ കോഹ്ലിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് പാകിസ്ഥാൻ ടീമിൽ റിസ്വാന്റെ കാര്യം. ഇന്ത്യയായിട്ടുള്ള മാച്ച് വരുമ്പോൾ അയാൾ ഒരു ജിന്ന. അയാൾക്ക് സത്യം പറഞ്ഞാൽ അയാൾക്കൊരു പേടിയില്ല, ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമാണ്. അയാൾ എല്ലാത്തിലും കീപ്പിങ്ങിലാണെങ്കിലും അത് ബാറ്റിങ്ങിലാണെങ്കിലും അയാൾ പീക്ക് പെർഫോമൻസ് ആണ്. അതുകൊണ്ട് കീ പ്ലെയർ ആയിട്ട് റിസ്വാൻ വരും. പിന്നെ വരുന്നത് ഖുഷ്ദിലാണ്. ആള് നല്ലൊരു ഓൾറൗണ്ടറാണ്, നല്ല പെർഫോമൻസ് ആണ്, നല്ല ബാറ്റിംഗ് ഒക്കെ സൂപ്പർ. അയാൾക്കും ഇതേപോലെ കോൺഫിഡൻസ് ലെവൽ നല്ലതാണ്, നല്ല പെർഫോമറാണ്. കഴിഞ്ഞ മാച്ചസ് നമ്മൾ കണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ നസീം ഷാ, അയാളുടെ ബൗളിങ് സൂപ്പറാണ്. എല്ലാവരും ഷഹീൻ അഫ്രീദിയൊക്കെ പറയുന്നുണ്ട്, എന്നാൽ തന്നെ ഈ നസീം ഷായുടെ സീമിങ് ഭയങ്കരമാണ്. അപ്പോൾ അതൊന്നും പേടിക്കേണ്ടതായിട്ടുണ്ട്. അയാൾ നല്ലൊരു കീ പ്ലെയർ ആയിട്ട് വരും നാളത്തെ മാച്ചിൽ തോന്നുന്നുണ്ട്. പിന്നെ ഒരാൾ പറയുന്നത് അബ്രാറാണ്. അയാളെ ഉള്ളൂ പാകിസ്ഥാൻ ടീമിൽ ഒരു സ്പിന്നർ എന്ന് പറയാത്തക്ക രീതി. ബാക്കി എല്ലാവരും പാർട്ട് ടൈം സ്പിന്നേഴ്സ് ആണ്. അതാണ് ഈ പാകിസ്ഥാന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ദുബായ് പിച്ചസിൽ വരുമ്പോൾ അവർ നേരിടുന്ന ഒരു പ്രശ്നം അതാണ്. സ്പിന്നേഴ്സ് ഇല്ലാത്തതാണ്. പാർട്ട് ടൈം സ്പിന്നർമാരെ കൊണ്ട് കുത്തി നിറച്ചേക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷെ അത് ഈ പാകിസ്ഥാൻ പിച്ചിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഈ ദുബായ് പിച്ചിലോട്ട് വരുമ്പോൾ ഭയങ്കര സീനായിരിക്കും. നിങ്ങൾക്ക് പാകിസ്ഥാൻ പിച്ചിൽ അറിയായിരിക്കും, ഫസ്റ്റ് ബാറ്റ് ചെയ്ത് എല്ലാവരും 300-ന് മേളിൽ സ്കോർ നേടിയിട്ടുണ്ട്. അവിടുത്തെ പിച്ച് അങ്ങനെയാണ്. പിന്നെ രണ്ടാമത്തെ ബാറ്റ് ചെയ്തവർക്കാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. എന്നിട്ട് കൂടി ഇത് പാകിസ്ഥാൻ അത് പറ്റുന്നില്ല. ആ സ്പിന്നർ അബ്രാറിനെ കൊണ്ട് നല്ലൊരു സ്പിന്നറാണ്. അപ്പോൾ പുള്ളിക്കാരനെ ഒരു കീ പ്ലെയർ ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതേപോലെ അപ്പോൾ ഇവർ ഇത്രയും പേരാണ് കീ പ്ലെയേഴ്സായി പാകിസ്ഥാൻ്റെ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക നാളത്തെ മാച്ച്. എല്ലാവരുടെയും ലൈഫിൽ മറക്കാനാവും. ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കണ്ടവർക്കിടയിൽ ടോപ്പ് മാച്ചസ് ആവട്ടെ, അന്നത്തെ പോലെ, അന്നത്തെ ഒരു 2020 മാച്ച് പോലെ. അപ്പം അതിനായിട്ട് കാത്തിരിക്കുന്നു, ജയിക്കാൻ കാത്തിരിക്കുന്നു. നമുക്കൊരു കടം ബാക്കിയുണ്ട് തീർക്കാൻ. ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മളെ തോപ്പിച്ച് അവർ കപ്പ് നേടിയത്. ആ കടം നാളെ തീർക്കട്ടെ. അവരെ തോപ്പിച്ചിട്ട് പാകിസ്ഥാൻ ഔട്ട് ആവുന്നത് കാണാൻ കാത്തിരിക്കുന്നു. അപ്പം നാളെ പാകിസ്ഥാൻ ഇന്ത്യ മാച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള റിവ്യൂ ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും